ഹായ് ഫ്രണ്ട്സ്, അമേരിക്കയ്ക്ക് പിന്നാലെ ഗ്രേറ്റ് ബ്രിട്ടനും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, അവിടെയൊക്കെ നിയമവിരുദ്ധമായി ജോലിയെടുക്കുന്ന വിദേശികളെ കണ്ടെത്തുകയും തിരിച്ചയക്കുകയും ചെയ്യുകയാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഇത് ഇന്ത്യക്ക് അത്ര നല്ല വാർത്തയല്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ കുടിയേറി പാർക്കുന്നത് ബ്രിട്ടനിലേക്കാണ്. നിയമവിധേയമായും വിരുദ്ധമായിട്ടും ആ ടൂറിസ്റ്റ് വിസയിലോ ഏതെങ്കിലും ബന്ധുക്കളുടെ കെയർ ഓഫിലൊക്കെ അവിടെ ചെന്ന് പറ്റുക, പിന്നെ ഏതെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുക, മെച്ചപ്പെട്ട ജോലികൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ തിരിച്ചു പോരാതിരിക്കുക. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യയിലെ അതിഭയങ്കരമായ തൊഴിലില്ലായ്മയിലേക്കാണ്. അക്കാര്യം ആരും ശ്രദ്ധിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റും ഇല്ല, സംസ്ഥാന ഗവൺമെന്റും ഇല്ല. അടിസ്ഥാനപരമായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ പൗരന്മാർക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നല്ല ജോലി ലഭിക്കുക എന്നുള്ളതാണ്, നല്ല ജീവിത നിലവാരം ഉണ്ടാവുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ ക്വസ്റ്റൻ ഓഫ് പ്രിയോറിറ്റീസ്. നമ്മൾ എന്തിനു പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലോകത്ത് എവിടെ ചെന്നാലും ഒരു മലയാളി ഉണ്ടായത്. എന്തുകൊണ്ട്? മലയാളക്കരയിൽ ജീവിക്കാൻ, ജോലി എടുക്കാൻ സംവിധാനമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ഇവിടെ തന്നെ തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭം. അയാൾ സംസ്ഥാനത്തേക്ക് നോക്ക്, തമിഴ്നാട്, കർണാടക, അവിടെയൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മൂലധന നിക്ഷേപം ഇങ്ങോട്ട് ഒഴുകുകയാണ്, വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നോ വിദേശ ഇന്ത്യക്കാരിൽ നിന്നോ ഒക്കെ. അത്തരം സംരംഭം ഒന്നും കേരളത്തിലേക്ക് വരുന്നേയില്ല. പ്രധാന കാരണം എന്ന് പറയുന്ന ഒരു തൊഴിൽ സൗഹൃദ സംസ്ഥാനമല്ല കേരളം. ഇവിടെ യൂണിയൻകാരായി പ്രശ്നമായി അതായി ഇതായി ഒരു തൊഴിൽ സംരംഭം തുടങ്ങാൻ അത്ര എളുപ്പമല്ല. തുടങ്ങുന്നത് തന്നെ ഓടിപ്പോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നാണാവോ ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവുക? എഴുക ഭാരതമേ.